ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള മനീഷയുടെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ദിവസമായി ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ട് മഹാനായ നമ്മുടെ അജിൻ വർഗീസ് ആണ് അതിൻ്റെ ആങ്കർ. പുള്ളിക്കാരനാണ് ഈ പറയുന്ന മനീഷ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അളിയൻ ചോദിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കേൾക്കേണ്ട കുറച്ച് കാര്യമാണ്. അതായത് ഈ പറയുന്ന അജിൻ ഇതിനു മുന്നേയും ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ശരണി ആനന്ദ് എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശരണിയെടുത്തും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അഖിൽമാരാറ് അത്യാവശ്യം നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു ഇന്റർവ്യൂയിലോട്ടൊന്ന് പോവാം. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ നമുക്ക് കുറ്റം പറയാനോ, അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അജിൻ്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അജിനെ എനിക്ക് ആക്ച്വലി പരിചയമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എന്തിനാണ് ഇവൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളെ ഏറ്റവും ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ പീക്ക് ലെവലാണ് ഈ ഒരു സാധനം. ഇല്ല, ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഷാലു ബൂണും പിന്നെ വേറെ ഏതോ ഒരു ആക്ട്രസിൻ്റെ അടുത്ത് ഇതുപോലെ എങ്ങാണ്ട് കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നങ്ങാണ്ട് പച്ചയ്ക്ക് എങ്ങാണ്ട് ചോദിക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഏറ്റവും കൂടുതൽ എല്ലാവരും എടുത്ത് വെച്ച് ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ശരിക്കും മനീഷ ചേച്ചിയുടെ ഒരു സോം വച്ചിട്ട് ചാടി ഇന്നിട്ട് ഇവൻ്റെ ചെവുക്കുറ്റി അടിച്ച് തിരിക്കേണ്ട ഒരു കാര്യമാണത്. കാര്യം ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത്. പക്ഷേ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഇവനൊക്കെ മാനസികമായിട്ട് വല്ല അസുഖമുണ്ടോ ഇവനെ? ഇവൻ്റെ പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്, ട്രോളും കണ്ടിട്ടുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ഉള്ള വിലയും കൂടെ കളയുന്ന പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ബാക്കിയോടെ ഒന്ന് കാണാം. എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ചേച്ചി തന്നെ പറഞ്ഞില്ല എക്സ്പീരിയൻസ്ഡ് ആയെന്ന്. എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്. ഒരുപാട് ചാനൽ അടിപൊളിയായിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാസ്റ്റിംഗ് കൗച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലാതെ മുട്ടിയ വാതിലുകൾ എപ്പോഴെങ്കിലും തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? എപ്പോഴെങ്കിലും അവരുടെ കൂടെ കിടക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ടോ എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം വയ്ക്കുന്നത്. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് നിനക്ക് അടിയിട്ടത്. ഞാൻ ഉള്ള കാര്യം പറയാം, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിന്റെ കർണം അടിച്ചു പൊട്ടിച്ചാനെ. ഇങ്ങനെയാണോ നീയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ആ ചാനലിനൊക്കെ സത്യം പറഞ്ഞ ഒരു വിലയുണ്ട്. ആ ചാനലിൻ്റെയും കൂടെ വില കൊണ്ടുവന്ന് കളയുന്ന പരിപാടിയാണ്. നിങ്ങൾ ചിലപ്പം വൈറലാവാനും റേറ്റിങ്ങിനും വേണ്ടിയിട്ടാണ്. പക്ഷെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും വൈറലാവാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരം ചോദിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇനിയെങ്കിലും അതങ്ങ് നിർത്താൻ നോക്ക്. അവനോ ബോധമില്ല, അവിടെ കൂടെ ഉള്ള ആൾക്കാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തൂടെ? എന്തോന്നടേ ഇത്? ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ലിറ്ററലി അപമാനിക്കുക, ഇത് തന്നെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്.
ഒരുമാതിരി അല്ല ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്ര ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയും ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? അതാണ് ചോദിക്കുന്നത്. മുട്ടമ്പം തുറക്കുന്ന കാര്യമാണോ ഈ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന മനീഷയ്ക്ക് 2 മക്കളുണ്ട്. അവരിത് കണ്ടോണ്ടിരിക്കുമല്ലേ. സ്വന്തം അമ്മയുണ്ട് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചപ്പം അതിനകത്തിരിക്കുന്ന ആങ്കർ ചോദിക്കുന്ന ഡയലോഗാണിത്. ആ പയ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കിട്ടിക്കാൻ നിന്റെ കവാല പറഞ്ഞ് പൊട്ടിക്കുമായിരിക്കും. നീ ഇമ്മാരി ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കത് നാണമില്ലടാ നിനക്കൊക്കെ. വന്നിരുന്ന് ഇന്റർവ്യൂവിന്റെ പേരിൽ വന്നിരുന്ന് തോന്നിയാസം വിളിച്ച് പറയാനായിട്ട്. എൻ്റെ പൊന്നാളിയാ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടല്ല. നിന്നെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. അല്ലെങ്കിൽ നീ ഇന്നാളാ ശരണി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അതെന്തായാലും അഖിൽമാരത് നല്ല അടിപൊളിയായിട്ട് നിനക്ക് അങ്ങ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നീയും കുറേ രീതിയിൽ എന്തൊക്കെയോ തിരിച്ച് പറഞ്ഞു. പിന്നെ ആ ഒരു കേസ് അവിടെ വിട്ട് അന്നേ ഈ പറയുന്ന മെജോറിറ്റി ഓഡിയൻസ് നിനക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാര്യം നീ ഈ സംസാരിക്കുന്ന കാര്യത്തിനകത്തോട്ട് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല അജിനെ. കാര്യം ഇങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. കാര്യം നീ ഒരു ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ നീ കാണിക്കേണ്ട കുറച്ച് മാന്യതയുണ്ട്. ആ മാന്യത നീ കീപ്പ് ചെയ്യുക. ഇത് ഈ കാര്യം നമ്മൾ ഒരിക്കലും ഒരാളെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണത്. അത് തെറ്റാണത്. അജിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കഴിവതും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക. കാര്യം അജിനോടൊക്കെ അത്യാവശ്യം അജിൻ്റെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിലൊക്കെ പോകുന്നത് നല്ലൊരു ആങ്കറുമാണ്. പിന്നെ എന്താണ് ഇവൻ ഈ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറുന്നതെന്ന് മനസ്സിലാവാൻ പറ്റുന്നില്ല. ആണോ എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരെന്ന് ഇതൊന്നടേ ഇവ കിളിയെ കാണാൻ പറഞ്ഞിരിക്കുകയാണോ? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ എന്തിനാണ് ഇത്രയും അങ്ങ് ന്യായീകരിക്കേണ്ട കാര്യം? അജിൻ്റെ അടുത്ത് ഇത്രയും വന്നിരുന്ന് ന്യായീകരിക്കേണ്ട ആവശ്യം എന്താണ്? അവരാണ് നിങ്ങളുടെ ഗസ്റ്റ്. അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ വലുതായിട്ട് ആരും കണ്ടിട്ടില്ല. ഏകദേശം എനിക്കൊന്ന് 2000-3000 പേരെ കണ്ടേ കണ്ടിട്ടുള്ളൂ. 2 ദിവസമായി ഇന്റർവ്യൂ വന്നിട്ട്. അതുകൊണ്ടായിരിക്കും ഇത് കൂടുതൽ ആരുടെ അടുത്ത് എത്താത്തതുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം ആരും ചർച്ച ചെയ്യാത്തത്. ശരിക്കും വെറും തെമ്മാടിത്തരമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനകത്ത് ഒരുപാട് ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യേണ്ട കേസാണത്. ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇൻസൾട്ടിങ് അല്ലേ? ഈ പറയുന്ന WCC ആയാലും ഫെമിനിസ്റ്റുകളായാലും ഇവരൊക്കെ എവിടെ പോയി? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവന്മാരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനൊന്നും അല്ലല്ലോ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല? എനിക്കത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര റിയാക്ഷൻ ആണല്ലോ. ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇവർക്ക് ആരാണ് ഇവർക്ക് റൈറ്റ്സ് കൊടുത്തത്? ഇത് ഇപ്പോൾ ഒരു മനുഷ്യർക്ക് ഇപ്പോൾ പ്രതികരിക്കേണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലാതെ വന്നിരുന്ന പ്രതികരിക്കുന്നതാണ്. ഇതിനൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ സംരക്ഷകം എന്ന് പറയുന്ന ടീമുകൾ ഇതിനൊക്കെയാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവന്മാരെ വിളിച്ചിട്ട് നിനക്കൊക്കെ എന്താണ് നിനക്ക് അറിയേണ്ടതെന്ന് ഇവൻ്റെയൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കണം. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഇവൻ്റെയൊക്കെ നേരിട്ട് ചെന്ന് ഇവൻ്റെയൊക്കെ കവാല അടിച്ച് പൊട്ടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനൊക്കെ ലേശം ഉളുപ്പുണ്ടോ? എന്തായാലും ബാക്കിയോടെ കണ്ടു നോക്കാം. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ. അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? കുത്തിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ് എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. ശരിക്കും ഈ സിനിമ അഭിനയിക്കുന്ന ആൾക്കാരെ എല്ലാവരും കിടന്നു കൊടുത്തിട്ടാണോ ചാൻസ് കിട്ടിയത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മേ ബി കുറേ ആൾക്കാരുടെയൊക്കെ സിറ്റുവേഷൻസ് കാരണം പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നും പറഞ്ഞ് ഫിലിം ഫീൽഡിലുള്ള മുഴുവൻ ആൾക്കാരെയും ആ ഒരു രീതിയിൽ കമ്പയർ ചെയ്യരുത്. അത് വളരെ തെറ്റാണ്. നിനക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലെന്നുള്ളൊരു കാര്യത്തിൽ ഈ ക്വസ്റ്റ്യനകത്ത് മനസ്സിലായി.
ഈ മനീഷ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കിടിലൻ സിംഗറാണ് പുള്ളിക്കാരത്തി. അത്യാവശ്യം കുറച്ച് മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റേജ് ഷോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ മനീഷയെടുത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, ഒരിക്കലും ഇല്ല. കാര്യം മനീഷയെ പേഴ്സണലി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പേഴ്സണലി അതിനകത്ത് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അജിനെ നിനക്ക് എന്നെ പേഴ്സണലി അറിയാവുന്നതാണ്, പിന്നെ എന്തിനു നീ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ. അത് അറിഞ്ഞു വെച്ചിട്ടും ഈ പറയുന്ന വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. കാര്യം ഇപ്പോഴത്തെ ഒരു ഭയങ്കര ട്രെൻഡാണ് ഈ എന്താണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് ഭയങ്കര രീതിയിൽ അത് വൈറലാവുക, പിന്നെ അത് ചർച്ചാ വിഷയമാവുക. അപ്പോൾ അത് ചർച്ചാ വിഷയമാകുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് മുതലാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻ്റർവ്യൂസിലും പല ആൾക്കാരും പെയ്ഡായിട്ടാണ് പോണത്. ഇപ്പം ഇപ്പം അത്യാവശ്യം ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം നമുക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ അവർക്ക് 10-25,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുക. അതിനകത്ത് എന്തെങ്കിലും നല്ല എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനലിൽ നേട്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ കയറി പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. പക്ഷെ വൈറലാവാൻ വേണ്ടി എന്ത് തന്തയില്ലാത്തൊരു കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ശരിയുള്ള ഏർപ്പാടല്ല. ഈ കാണിച്ചത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നേ മനീഷ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതായത് അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പം ഇങ്ങനെ പ്രതികരിക്കും, അങ്ങനൊരു സംഭവം മുന്നേ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ആ ഒരു റിയാക്ഷനിൽ നിന്ന് മുന്നേ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യണം കേട്ടോ. ഇത് റിയാക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അതാണ് ഞാനും ചോദിച്ചത്. നല്ല രീതിയിൽ പരിചയമുള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല. ഒരാളെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യത്തില്ല. ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു സംഭവമായി പോയത്. കാര്യം ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പീക്ക് ലെവലാണിത്. ഒരു സ്ത്രീയെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ നേരത്ത് നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പല ചാൻസുകളും കിട്ടിയിട്ട് നിങ്ങൾ ഒരവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? എന്നിട്ട് അതിനകത്തിരുന്ന് തർക്കിക്കുവാണ്. അതായത് നീ ചോദിച്ച ചോദ്യത്തിനകത്ത് കുഴപ്പമില്ല, നീ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുവാണ്. അല്ലെങ്കിൽ പറയാം, ഞാൻ ചോദിച്ചത് തെറ്റായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുത്താനായിട്ട് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ നീ ഇപ്പം വന്ന് ചോദിച്ച ഡയലോഗ് എന്തുവാ? അത് നീ ആദ്യമേ ചിന്തിക്കും. അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്നപ്പോ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. അജിൻ്റെ മോന്ത ഇരിക്കുന്നുണ്ടോ? അവ ഒരു കാര്യമില്ല, വരണ്ടിങ്ങനെ നിനക്ക് അടി കിട്ടാഞ്ഞ ഭാഗ്യം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക, നീ വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിൽ നിനക്ക് സ്പോട്ടിൽ എനിക്ക് അടി കിട്ടിയാനെ. അന്ന് മാരാറ് ഇവനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഇവനെ വിളിച്ച വിളിയുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വിളിയാണ് വിളിച്ചത്. എന്നിട്ട് ഇവൻ വന്ന് തിരിച്ചെന്തൊക്കെയോ വന്ന് സംസാരിച്ചു. ഇവൻ ആ സംസാരിക്കുന്ന കാര്യം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അളിയാ ഞാൻ ഇതാണ് റിപ്ലൈ കൊടുക്കാനൊക്കെ പോകുന്നത്. എനിക്ക് ആക്ച്വലി ബേസിക്കലി പരിചയമുള്ള ഒരു വ്യക്തിയാണ് അജി. പക്ഷേ ഇങ്ങനെ തോന്നിയാസം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും അളിയാ ഞാൻ പറയും, നീ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയുള്ള ഒരു ഏർപ്പാടല്ല, ഒരിക്കലും ശരിയുള്ള ഏർപ്പാടല്ല. എന്തിനാണ് നീ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് അറിയത്തില്ല. അതിനിപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഈ പറയുന്ന ഈ ചാനലിൻ്റെ മുകളിലുള്ള ആൾക്കാരും അല്ല ഇനി നിൻ്റെ അടുത്ത് ഇനി പേഴ്സണലി ഇങ്ങനെ പോലെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര എക്സ്ക്ലൂസീവ് സാധനം കൊടുക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. കാര്യം നിങ്ങളുടെ ചാനലിലും കൂടി വളരെ ചീത്ത പേരാണത്. ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യരെയും വിളിച്ചിരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക, നാണക്കേടാണ്. കാര്യം ഭയങ്കര മോശമാണ്. കാര്യം അജിന് ഇത്രയും നാൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു കരിയർ വെറുതെ ആയിപ്പോവും. അജിന് ഒരുപാട് കഷ്ടപ്പെട്ട് വെറൈറ്റി മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ചാനലുകളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. നീ ആ വർക്ക് ചെയ്തതിന് എല്ലാത്തിനും ഒരു കഥയില്ലാതായിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിച്ചാൽ. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുക, അതാണ് ചെയ്യേണ്ടത്.
നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ഒരു മാന്യത ഉണ്ടല്ലോ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാന്യത വിട്ടിട്ട് ഒരു കാരണവശാലും നമ്മൾ പെരുമാറേണ്ട ആവശ്യമില്ല, അല്ലേ? ഇല്ലേ? നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തില തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല. എൻ്റെ വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന്. അതായത് നിനക്ക് നാട്ടുകാരെ പറ്റിയിട്ട് എന്തും പറയാം. നിനക്കൊരു സ്ത്രീയെ വിളിച്ചിരുത്തിയിട്ട് നിനക്ക് വായി തോന്നുന്ന ചോദിക്കാം. എന്നിട്ട് നീ പറയുന്ന ഡയലോഗ് എന്തുവാ? എൻ്റെ വീട്ടുകാരെ പറയേണ്ട ആവശ്യമില്ലെന്ന്. അവരെന്താണ് വീട്ടുകാരെ പറഞ്ഞത്? അജിൻ്റെ പെങ്ങളുടെ അടുത്തോ അജിൻ്റെ അമ്മയുടെ അടുത്തോ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ലതാണ്. അതാണ് മനസ്സിലാകുന്നത്. നിനക്ക് പേഴ്സണലി ചോദിക്കുമ്പോഴത്തേക്ക് നിനക്കത് കൊള്ളും. എനിക്ക് പക്ഷേ എന്തും ബാക്കിയുള്ളവരടുത്ത് ചോദിക്കാവോ? എന്തോന്നൂടെ ഇത്? എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയെങ്കിലും മനീഷ ചേച്ചിയോടൊക്കെ പറയുവാണ്, ഇത്തരം ഇൻ്റർവ്യൂസിൽ പോകുമ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചിലവരൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഓൾറെഡി ഹിൻഡ് കൊടുക്കുക. എനിക്കറിയത്തില്ല ഈ ഒരു കേസിൽ ഹിൻഡ് കൊടുത്തിട്ടുണ്ടോ എന്ന്. പക്ഷേ മനസ്സിലാക്കിയതിന് ശേഷം പോയിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വില പോകുന്ന പരിപാടിയാണ്, നാണക്കേടാണ്. ഉള്ള കാര്യം പറയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ ഫിലിം ഇൻഡസ്ട്രി നാണം കെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് സംസാരിക്കുന്നത് തന്നെ മോശമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.